ബിസ്മില്ലാ ബിസ്മില്ലാ. കേൾക്കണ്ട? അവിടെ കേൾക്കണ്ടെന്ന് ശ്രദ്ധിക്കണേ. അമീർ കേൾക്കണ്ട? അമീൻ അമീർ ഇരിങ്ങല്ലൂര് ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. عباد الله أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ മാത്രം ആക്കി തരട്ടെ. ഇതിനൊക്കെയുള്ള സമ്പൂർണമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നാളെ ആഖിറത്തിൽ പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് നാം പ്രവേശിച്ചിട്ടുള്ളത്. അത് കേൾക്കുന്നില്ലേ? ഇത് സാധാരണ ഇന്ന് നടക്കാറുള്ള ഒരു പരിപാടി ആയത് കാരണം ദാറുൽ പരിപാടി ഇൻഷാ അല്ലാഹ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് പിന്നീട് നമുക്ക് കേൾക്കുകയും ചെയ്യാം എന്ന വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളിലേക്ക് വരുന്ന മറുപടികളിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം 1. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മാനെ ഉംറക്ക് പറഞ്ഞേക്കാൻ മകൻ പണം കടം വാങ്ങി ഉമ്മാനെ പറഞ്ഞേക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. അതൊക്കെ പറഞ്ഞേക്കാം, അതുകൊണ്ട് ഇതൊന്നുമില്ല. നമ്മൾ സാധാരണ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോൾ കടങ്ങളൊക്കെ വീട്ടിൽ പോവാറുണ്ട്. അത് കടങ്ങളൊക്കെ വീട്ടിയെങ്കിലേ ഹജ്ജും ഉംറയും സഹിയാകൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരാൾ കടമുള്ളതിനോട് കൂടെ ഹജ്ജ് ചെയ്തു എന്നാലും ഹജ്ജ് സഹിയാകും, അല്ലെങ്കിൽ ഉംറ ചെയ്തു എന്നാലും സഹിയാകും. പിന്നെ ഈ കടമൊക്കെ വീട്ടിൽ പോകണം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഹജ്ജിന് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടണം. ആ രീതിയിലാണ് അള്ളാഹുവിനോടുള്ള ഇടപാടുകളൊക്കെ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ട് എല്ലാം തീർക്കുക. മനുഷ്യരോടുള്ള ഇടപാടുകളൊക്കെ കൊടുത്തു കിട്ടിക്കൊണ്ടും പൊരുത്തപ്പിടിച്ചുകൊണ്ടൊക്കെ തീർക്കുക. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനോട് ഉള്ള ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് പിന്നെ അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു. ആ രീതിയിൽ അല്ലെങ്കിൽ മബ്റൂറായ ഹജ്ജ് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ആ രീതിയിൽ മടങ്ങുക. സൃഷ്ടികളോടുള്ള മനുഷ്യന്മാരോടുള്ള കടപ്പാടുകളൊക്കെ അത് പൊരുത്തപ്പിടിച്ചുകൊണ്ടും പിന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ കൊടുത്തു കൂട്ടിക്കൊണ്ടും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട രീതിയിൽ ഹജ്ജിൽ നിന്ന് മടങ്ങണം, ഉംറയിൽ നിന്ന് മടങ്ങണം. ആ രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അതേ സമയത്ത് ഇനി ഒരാൾക്ക് ഹജ്ജ് പിന്നെ കടം ഉണ്ടെന്ന് നിൽക്കുക, ആ കടമുള്ളതിനോട് കൂടെ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ ഉംറ ചെയ്തു എന്നാലും ഹജ്ജ് ഉംറയൊക്കെ സഹിയാവുകയും ചെയ്യും. ഇവിടെ പറഞ്ഞല്ല, ഇവിടെ മകൻ ഉമ്മാനെ ഹജ്ജിന് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉംറക്ക് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മകന്റെ അടുത്തിൽ ഇപ്പോൾ പൈസ തകില കുറച്ച് കടം വാങ്ങിക്കൊണ്ട് പറഞ്ഞാൽ ശരിയാകുമെന്നാണ് ചോദ്യം. ശരിയാകും, സഹിയാകും എന്നാണ് ഇതിന് മറുപടി. ഫൈസിസ്താദെ, ഇസ്ലാമിൽ പുരുഷന്മാർ തൊപ്പി വെക്കുന്നതിന്റെ തെളിവ് എന്താണ്? തൊപ്പി വെക്കുന്നതിന്റെ തെളിവ് മൊത്തത്തിൽ തലമറക്കൽ സുന്നത്താണ്. ധാരാളം ഹദീസുകളുണ്ട്. തലയെക്കെട്ട് കെട്ടുന്നതിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളുണ്ട്. പക്ഷെ ആ ഹദീസുകളിൽ ബഹുഭൂരിഭാഗവും വഈഫായ ഹദീസുകളാണ് എന്ന് മാത്രമല്ല വളരെ ശക്തമായ വഴക്കുള്ള ഹദീസുകളാണ് എന്ന്. പക്ഷേ ബഹുമാനപ്പെട്ട ഉലമാവ് പറയാണ്, പിന്നെ ഒരുപാട് തരീഖുകളിൽ കൂടി ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. സംഗതി ഹദീസുകളൊക്കെ ലൈഫാണ്, എന്നാൽ ലൈഫായ ഹദീസുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വഴക്ക് നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന്. അങ്ങനെയല്ലോ, ഒരു ലൈഫായ ഹദീസ് പല തരീഖകൾ കൂടി വന്നു നിൽക്കുക. അങ്ങനെ കുറെ അധികം തരീഖകൾ കൂടി ലൈഫായ ഹദീസ് വന്നു, എന്നാൽ അതിന്റെ വഴക്ക് പോകുന്ന അപ്പൊ അത് ഹസനുല്ലി ഗൈരിഹിന്റെ മർത്തബയിലേക്ക് എത്തുന്നതാണ്. അപ്പൊ പിന്നെ തലകെട്ട് സംബന്ധമായി കുറെ ഹദീസുകളുണ്ട്. ഖബർ മുസ്ലിമിൻ അൻ അംജി ബിൻ ശുറൈസിൻ ഖാല കഅന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി ഇമാമത്തുൻ സൗദാഉ ഖദ് അർഖാ തറഫഹാ ബൈന കതിഫൈഹി എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തിലേക്ക് റസൂലുള്ളാഹിനെ ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ ഇപ്പോഴും റസൂലുള്ളാഹിനെ കാണുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു.
ഞാൻ കണ്ടപ്പോൾ റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്തായിരുന്നു? വഅലൈഹി ഇമാമത്തുൻ സൗദാ, റസൂലുള്ളാഹിന്റെ മേലെ റസൂലുള്ളാഹിക്ക് ഒരു കറുത്ത തലക്കെട്ടുണ്ട്. അതിന്റെ വാലുണ്ടല്ലോ, അത് അർഹാ തർഫഹ ബൈന കറ്റിഫൈഹി, രണ്ട് ചുമലിന്റെയും കൂടി ഇടയിൽ ആ റസൂലുള്ളാഹിന്റെ വാലിന് തൂക്കിയിട്ടുണ്ട്. ആ രീതിയിൽ കറുത്ത തലക്കെട്ട് ധരിച്ചതായി ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ കാണുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. തുഹഫേക്കാണ് തുസന്നുൽ ഇമാമത്തുൽ സ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി തലയിൽ തലപ്പാവ് ധരിക്കൽ സുന്നത്താക്കപ്പെടും. അവ നിസ്കരിക്കേണ്ട സമയത്ത് തലപ്പാവ് ധരിക്കൽ സുന്നത്താ. വലിയ കത്തി തജമ്മുലി, ഈ ഭംഗിക്ക് വേണ്ടി തന്നെ, ഭംഗിയൊന്നും കൂട്ടണം വിചാരിച്ചിട്ട് തലകെട്ട് അത് സുന്നത്ത് തന്നെ, ജായിസാണ് മാത്രമല്ല അതും സുന്നത്ത് തന്നെ. ഈ അഹദീസിൽ കസീറത്തി ഫീഹ, അത് ധാരാളം ഹദീസുകൾ ഉണ്ട് അതിനു വേണ്ടി. എന്നാൽ ആ ഹദീസുകളൊക്കെ ഉള്ള ശക്തമായ വൈഫാണ്. ബഷ്തിദാദു വൈഫി കസീരിൻ മിൻഹ, ആ ഹദീസുകളിൽ നിന്ന് അധിക ഹദീസുകളും വൈഫാണ്, വളരെ ശക്തമായ വൈഫാണ് എന്ന കാര്യം യുജ്ബിറുഹു കസ്റത്തു തുറുഖിഹ, ആ വൈഫ ഹദീസുകളുടെ തരീഖുകൾ ധാരാളമുണ്ട്, അതുകൊണ്ട് അതിന്റെ ആ മുഴഫ് അത് പരിഹരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന് ചർച്ച പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു അറബി, ഇതിപ്പോ തലകെട്ടിനെ കുറിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇബ്നു അറബി പറയാണ്, അൽ ഖലൻസിവതു മിൻ ലിബാസിൽ അംബിയാഇ വസ്വാലിഹീൻ, തൊപ്പി ധരിക്കുക എന്നുള്ളത് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വസ്ത്രത്തിൽപ്പെട്ടതാണ്. തസൂനു റഅസ, അത് തലയെ കാക്കും. തുമക്കിൻ അനാമത്ത, തലക്കെട്ട് ശരിക്ക് ഭദ്രമാക്കുകയും ചെയ്യും. വഹിയമിന സുന്നത്തി, അതുകൊണ്ട് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു അറബി പറഞ്ഞിട്ടുണ്ട്. അൽ അമാമത്തു അലൽ കലൻസിവത്തി, തൊപ്പി ധരിച്ച് അതിന്റെ മേലെ തലയെക്കെട്ട് കെട്ടുക എന്നുള്ളത് ഫസ്ലു മാ ബൈനനാ വ ബൈനൽ മുശ്രിക്കീന, അത് മുശ്രിക്കീങ്ങളുടെ നമ്മുടെ ഇടയിലുള്ള വ്യത്യാസമാണ് എന്നും കാണാം. തൊപ്പി ധരിച്ചിട്ട് അതിന്റെ മേലെ തലയെക്കെട്ട് മുശ്രിക്കീങ്ങൾ വെറും തൊപ്പി മാത്രമേ ധരിക്കുള്ളൂ എന്ന് അങ്ങനെയുണ്ടല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെ പതിവ് എനിക്ക് തോന്നിയിരുന്നു, മുശ്രിക്കീങ്ങളുടെയും തൊപ്പി ധരിക്കല് ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റുവും അങ്ങനെ പലരും ഉണ്ടല്ലോ, അത് കുറെ ഉണ്ടങ്ങനെ, കുറെ ആൾക്കാർ തൊപ്പി മാത്രം ധരിച്ചിട്ട്. അപ്പോ അതുണ്ട്. പക്ഷെ അതേസമയത്ത് തൊപ്പി ധരിച്ചുകൊണ്ട് അതിന്റെ മേൽ തലയെക്കെട്ട് കെട്ടുക, അതാകുന്നു നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒരു ഹദീസ്. അപ്പൊ ഏതായാലും ശരി, അത് സംബന്ധമായ തെളിവുകൾ ധാരാളം ഉണ്ടെന്നർത്ഥം. പിന്നെ വേറൊരു ചോദ്യം, ഖുർആൻ ആയത്തുകൾ കത്തിച്ചു കളയാൻ പറ്റുമോ? ഖുർആൻ ആയത്തുകൾ കത്തിച്ചു കളയുന്നതിന് വിരോധമൊന്നുമില്ല. എപ്പോഴും അങ്ങനെയല്ല. ഖുർആൻ കാക്കാൻ ഏറ്റവും നല്ല മാർഗം കത്തിക്കലാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. ഖുർആൻ കാക്കാൻ ഏറ്റവും നല്ല മാർഗം കത്തിക്കലാണ് എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആൻ അവിടെയും ഇവിടെയൊക്കെ കിടന്നിട്ട് നശിച്ചു പോവുകയാണ്. അപ്പൊ അത് അവിടെയും ഇവിടെയും കിടന്ന് നശിച്ചു പോകുന്നത് കാക്കാൻ ഏറ്റവും നല്ലത് കത്തിക്കലാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. പിന്നെ മുഗനിയിൽ വേണം, ഇബാറത്തുൽ മുഗനി, വയുക്റഹു ഇഹ്റാഖു ഹസബിൻ നുഖിശബിൽ ഖുർആനി, ഖുർആൻ കൊത്തിവെക്കപ്പെട്ട മരം ഉണ്ടാവുമല്ലോ, അത് കത്തിക്കൽ കറാഹത്ത. ഇല്ല ഇൻ ഖുസ്ദ ബിഹി സിയാനത്തുൽ ഖുർആനി, അതുകൊണ്ട് ഖുർആൻ കാക്കൽ കരുതപ്പെട്ടാൽ ഒഴികെ. അപ്പൊ ഖുർആൻ വെറുതെ കത്തിച്ചു കളയിൽ കറാഹത്താണ്. അത് അതേസമയത്ത് ആ കത്തിക്കുന്നത് മൂലം ആ ഖുർആൻ കാക്കാൻ സാധിക്കും. അത് അവിടെയും ഇവിടെയും കിടന്ന് നശിക്കുന്നതിന് തൊട്ട് കാക്കാൻ സാധിക്കും. എന്നാൽ അതുകൊണ്ട് വിരോധമില്ല. ഫലായുക്റഹു, അപ്പോൾ കറാഹത്താക്കപ്പെടുകയില്ല. ഇബാറത്തുൽ മുഗനിയാണ് ഞാൻ വായിച്ചത്. കമാ യുഖദ് മിൻ കലാം ഇബ്നു അബ്ദുസ്സലാം വഅലൈഹി യഹ്മലു തഹ്രിയഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൽ മസാഹിഫ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ മുസാഹിഫ് കത്തിച്ചു. അത് ഇതിൽപ്പെട്ടതാണ്. ഏത്? ആ ഖുർആൻ കാക്കാൻ വേണ്ടിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ മുസാഹിഫ് കത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആവശ്യത്തിന് വേണ്ടി തിരക്കടില്ല എന്നർത്ഥം. എന്നാലും ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം, അത് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് പിന്നെ കാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കടൽ കൊണ്ടിടുകയെ അല്ലെങ്കിൽ പുഴയെ കൊണ്ടിടുകയെ അങ്ങനെ ഏതായാലും അത് വെള്ളത്തിലൊക്കെ പുഴയെ കൊണ്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ചെന്ന് അണഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നാശാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ രീതിയിൽ കാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വുളു ഇല്ലാതെ ഖുർആൻ മൊബൈലിൽ നോക്കി ഓതാൻ പറ്റുമോ? അതിന് കൂലി കിട്ടുമോ? PM ചെയ്താൽ നന്നായിരുന്നു. PM പാട്ട് എനിക്ക് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. PM-ലൂടെ മറുപടി പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ഖുർആൻ
മൊബൈലിൽ നോക്കി ഓതാൻ ഒതു വേണമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ആധുനിക പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായക്കാരാണ്. ഒന്ന് ഖുർആനിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഖുർആനിന് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തു, അതുകൊണ്ട് അത് തൊടാൻ പാടില്ല എന്ന നിയമം ഇല്ല. കാരണം ഖുർആന്റെ അക്ഷരങ്ങളൊന്നും ഇല്ല. സാധാരണ മുസഹഫ് പൂട്ടിയുള്ളത് പോലെയല്ല. മുസഹഫ് പൂട്ടി നിൽക്കുന്നാലും മുസഹഫിന് മേലെ പിന്നെ ഉദൂല്ലാതെ തൊടാൻ പറ്റുകയില്ലല്ലോ, അതിൽ മുസഹഫ് പിന്നെ ഉദൂല്ലാതെ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെയല്ല ഏത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ പിന്നെ മൊബൈലൊന്നും. കാരണം മുസഹഫ് അടച്ചു വെച്ചാലും അതിന്റെ അക്ഷരങ്ങൾ ഖുർആന്റെ അക്ഷരങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. അതേ സമയത്ത് കമ്പ്യൂട്ടറിന്റെ ഓഫ് ചെയ്ത് നിൽക്കുക, ഏത് ആ മൊബൈൽ ഓഫാക്കിന്നല്ല, ആ ഖുർആൻ ഉള്ളത് അത് ഓൺ ചെയ്തിട്ടില്ല നിൽക്കുക. എന്നാൽ അക്ഷരങ്ങളുടെ മൊബൈലിന്റെ ഉള്ളിലില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അത് തുറന്നിട്ടില്ല, എന്നാൽ അക്ഷരങ്ങൾ അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലില്ല. പിന്നെ അത് ഒരു പ്രത്യേകമായ സോഫ്റ്റ്വെയർ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ അടച്ചു വെച്ചാലും വുളു ഇല്ലാതെ തൊടാൻ പാടില്ല എന്ന വിധി പോലെ അല്ല ഏത് കമ്പ്യൂട്ടർ തൊടാനും പിന്നെ മൊബൈൽ തൊടാനും ഉള്ള വിധി അതുപോലെയല്ല. കാരണം അത് ഖുർആന്റെ അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോ അതല്ലെങ്കിൽ മൊബൈലിന്റെ ഉള്ളിലോ ഇല്ല. അതേസമയത്ത് അത് ഓൺ ചെയ്താൽ അതിന്റെ ശാഖ അതിന്റെ സ്ക്രീനിൽ ആ ഖുർആന്റെ ആയത്തുകളൊക്കെ പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് തൊടണമെങ്കിൽ വുളു വേണം എന്ന് ചിലർ പറയുന്നു. എന്നാൽ ചില ആളുകൾ അതും വേണ്ടെന്നാ പറഞ്ഞത്. അതും വേണ്ട, അത് ശരിക്കും ഖുർആന്റെ അക്ഷരങ്ങളല്ല, അത് ഖുർആന്റെ നിഴലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഖുർആൻ ഇങ്ങനെ മറിച്ചു വെച്ചു, അതിന്റെ മേലെ കണ്ണാടിനെ പിടിച്ചാൽ ഈ ഖുർആന്റെ അക്ഷരങ്ങളൊക്കെ ആ കണ്ണാടി കാണുമല്ലോ. അപ്പൊ ആ കണ്ണാടി തൊടാൻ ഒന്നുകൊണ്ടല്ലോ. അതേ വിധിയാണ് പിന്നെ ഈ സോഫ്റ്റ്വെയറിൽ പിന്നെ ഈ ഖുർആന്റെ സോഫ്റ്റ്വെയർ അത് ഓൺ ചെയ്താൽ പ്രത്യക്ഷപ്പെടുന്ന ആയത്തുകൾക്കുള്ളത്. അതുകൊണ്ടത് തൊടാൻ ഒന്നു വേണ്ട, കണ്ണാടി തൊടുന്നത് പോലെയാണ് എന്ന അഭിപ്രായം. ഞാൻ ആ അഭിപ്രായമാണ് സാധാരണ സ്വീകരിക്കാറ്. കാരണം അതാണ് ഏറ്റവും സൗകര്യവും. കാരണം നമുക്ക് ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തും മറ്റൊരു സമയത്തൊക്കെ മൊബൈലൊക്കെ പിടിച്ച് ഓതാനൊക്കെ അതാണ് ഏറ്റവും സൗകര്യപ്പെടുക ഒന്നുമില്ലെങ്കിൽ. അപ്പൊ അത് സ്വീകരിക്കാവുന്നതാണ്. അത് ഖുർആൻ പിന്നെ കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ്, അതുകൊണ്ട് തൊടാൻ ഒന്നു വേണ്ട, ആ മൊബൈൽ ചുമക്കാനും ഒന്നു വേണ്ട, ആ ഖുർആൻ ഓൺ ചെയ്തുകൊണ്ടും അത് തൊടാൻ ഒന്നു വേണ്ട എന്ന അഭിപ്രായം സ്വീകരിക്കലാണ് ഏറ്റവും സൗകര്യം. പിന്നെ മറ്റൊരു ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ആണ്. സുന്നത്ത് നോമ്പ് അന്ന് നോൽക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ഖളാ വീട്ടൽ മറ്റൊരു ദിവസം നോൽക്കാൻ സുന്നത്തുണ്ടോ? സുന്നത്ത് നോമ്പ് പിന്നെ റാത്തിബായ സുന്നത്ത് നോമ്പ് എന്നുവെച്ചാൽ സാധാരണ പതിവാക്കുന്ന സുന്നത്ത് നോമ്പുണ്ട്. ഉദാഹരണം 6 നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അതുപോലെ തന്നെ മേറാജിന്റെ നോമ്പ്, ഇങ്ങനെ അറഫ നോമ്പ്, ഇങ്ങനെയുള്ള മുത്തലഖ് സുന്നത്ത് നോമ്പല്ല. പിന്നെ ഇങ്ങനെ പ്രത്യേകമായ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകൾ അത് ആ ദിവസത്തിൽ നോക്കിയിട്ടില്ലെങ്കിൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട് എന്ന് നമ്മുടെ ഫിഖഹിന്റെ കിതാബിൽ കാണാം. മൻ ഫാതഹു സൗമുൻ റാത്തിബുൻ യുസന്നു ലഹു ഖളാഉഹു അഫ്താ ബിദാലിക ശൈഖുനാ അശ്ശിഹാബുർ റംദിയു. ആർക്കെങ്കിലും റാത്തിബായ സുന്നത്ത് നോമ്പ് നഷ്ടപ്പെട്ടാൽ, റാത്തിബായ സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പതിവാക്കുന്ന സമയം നിശ്ചയിക്കപ്പെട്ട പിന്നെ ദിവസം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നോമ്പുണ്ടല്ലോ. അതിൽപ്പെട്ടാണ് 6 നോമ്പ്, മേറാജിന്റെ നോമ്പ്, ബറാത്ത് നോമ്പ്, പിന്നെ മുഹറം 9 നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായ ദിവസങ്ങൾ. ആ ദിവസങ്ങൾ നോമ്പ് നോക്കുന്ന സുന്നത്താണ്. അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. അന്ന് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടൽ സുന്നത്താക്കപ്പെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട റംലി ഇമാമിന്റെ ഫത്വയുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. യാത്ര വയസ്സിലാണ്, അല്ല എത്ര വയസ്സിലാണ്, ശരി യാത്ര എന്നല്ലട്ടാ, എത്ര വയസ്സിലാണ് അന്യ കുട്ടികളെ തൊട്ടാൽ ഉദു മുറിയുക? അത് എത്ര വയസ്സിന്റെ കണക്കല്ല, മുസ്തഹാത്ത് ആവുക എന്നാണ്. പിന്നെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം അങ്ങനല്ലോ. നന്ന ചെറിയ കുട്ടി 2-3 വയസ്സായ കുട്ടികളൊന്നും ഒരു പ്രത്യേകമായ ആഗ്രഹിക്കപ്പെടുന്ന വയസ്സൊന്നും അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ആ കുട്ടിയെ കണ്ടാൽ പ്രായപൂർത്തി കഴിയാണല്ലോ അല്ല കണക്ക്. ആ കുട്ടിയെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ അന്യ കുട്ടിയാണെങ്കിൽ തൊട്ടാലവും മുറിയും. അതാണ് കണക്ക്. ഞെരിയാനി മറയുന്ന ഷൂ തടവുകയും അത് അഴിച്ചു വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റൂല.
നെരിയാണി മറയുന്ന ഷൂ എന്ന് പറഞ്ഞാൽ കുഫൻ, കുഫ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം. കുഫന്റെ വിധി ആ കുഫ ധരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ഒതു എടുത്തു. കുഫ ധരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ഒതു എടുത്തു, എന്നിട്ട് കാലൊക്കെ കഴുകി ശരിക്കുള്ള ഒതു എടുത്തു, പിന്നീട് ആ കുഫ ധരിച്ചു. പിന്നീട് ഒതു മുറിയുമ്പോൾ ഒതു എടുക്കുമ്പോൾ പിന്നെ ആ കുഫ അഴിച്ചുകൊണ്ട് കാല് കഴുകണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? പിന്നെ ആ കുഫയുടെ മേലെ വെള്ളം കൊണ്ട് തടവിയാൽ മതി. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം, യാത്രക്കാരല്ലെങ്കിൽ 1 ദിവസം അങ്ങനെ ചെയ്യാം എന്നാണ് ഇസ്ലാമിന്റെ വിധി. അങ്ങനെയാണ്. അപ്പൊ അതിന് പല നിബന്ധനകളുടെ ഒന്നാമത്തെ നിബന്ധന ആ കുഫ ധരിക്കുന്ന സമയത്ത് ആദ്യമായി സമ്പൂർണമായ ഒരു ഒതു ചെയ്തിരിക്കണം. സമ്പൂർണമായ ഒതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാല് തടവിക്കൊണ്ടുള്ള ഒതുവല്ല, കാല് കഴുകിക്കൊണ്ടുള്ള ഒരു ഒതു ആദ്യം എടുക്കണം. ആ ഒതു എടുത്തതിന് ശേഷം ആ കുഫ ധരിക്കണം. പിന്നീട് ഒതു ചെയ്യുമ്പോൾ കുഫ അഴിച്ചുകൊണ്ട് കാല് കഴുകണ്ട, ആ കുഫയുടെ മേൽ തടവിയാൽ മതി, വെള്ളം കൊണ്ട് തടവിയാൽ മതി എന്നാണ്. പിന്നെ ആ കുഫക്കളുടെ നിബന്ധന എന്താണ്? അത് കാല് കഴുകുമ്പോൾ കഴുകൽ നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറയുന്നതായിരിക്കണം. എന്നുവെച്ചാൽ ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന ഷൂ ആയിരിക്കണം, കുഫയായിരിക്കണം. അതിന് നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാറില്ല, ഗൾഫ് രാജ്യങ്ങളെ കാണാൻ പോലീസുമാരൊക്കെ തയ്ക്കുന്ന ഷൂ ഉണ്ട്. അത് ആ ഷൂവിലേക്ക് കാലം കറക്കി വെച്ചാൽ ഇതിന് ഒരു ചെയിൻ ഉണ്ടാവും. ആ ചെയിനെ കൊണ്ട് ശരിക്കും അതങ്ങ് പൂട്ടിയാൽ കാലിന്റെ ഞെരിയാണിയുടെ മേൽഭാഗം ഒക്കെ മറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അപ്പൊ അതൊക്കെ കുഫാണ്. അങ്ങനെയുള്ള ധരിച്ചാൽ പിന്നീട് അത് ധരിക്കുന്നതിന് മുമ്പായിട്ട് സമ്പൂർണ്ണമായി ഒന്നു കൊടുത്തു, എന്നിട്ട് അത് ധരിച്ച് പിന്നെന്ത് ചെയ്യാം? പിന്നീട് ഒന്നുകൂടി ചെയ്യുന്ന സമയത്ത് അത് അഴിക്കണ്ട. പിന്നെ കാല് കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി. അത് നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണെങ്കിലും 24 മണിക്കൂർ പിന്നെ അവിടെ അതിന്മേൽ തടവാം. ഇത് നാട്ടിൽ താമസിക്കുന്ന ആളല്ല, യാത്രക്കാരാണ്, എന്നാൽ 3 ദിവസവും തടവാം. പക്ഷെ അതിന്റെ ഇടയിൽ കുഫ അഴിക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ അഴിക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോഴൊക്കെ അത് ധരിച്ചുകൊണ്ട് നിസ്കരിക്കണം. അഴിച്ചാൽ പിന്നെന്താ നിയമം എന്താ? അപ്പൊ പിന്നെ കാല് കഴുകന്നെ വേണം. അപ്പൊ അഴിക്കാൻ പാടില്ല. വെള്ളം അതും വേണം. അത് നിബന്ധനപ്പെട്ടതാണ്. ഏത്? വെള്ളം. അതായത് ഇപ്പോ ആ പിന്നെ ഷോക്സിന്റെ മേലെ, ആ കുപ്പന്റെ മേലെ നമ്മൾ വെള്ളം ഒഴിച്ചു നിൽക്കുക, എന്നാൽ കാല് നനയാൻ പാടില്ല. അങ്ങനത്തെ കാലിലേക്ക് വെള്ളം ചേരുന്നത് തടയുന്ന രീതിയിലുള്ള കുപ്പയാവുകയും വേണം. അത് മാത്രമേ വേറെ നിബന്ധന ഉണ്ട്. അതുകൊണ്ട് മുത്താബായത്തിൽ മഷി സാധിക്കുകയും വേണം. അത് മാത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനും സാധിക്കണം. കുറച്ച് നടക്കുമ്പോൾ പൂർണ്ണ ശ്വാസം ആയാൽ പറ്റൂല എന്നർത്ഥം. നല്ല കട്ടിയുള്ളതായിരിക്കണം. അതുകൊണ്ട് ഒരു യാത്രക്കാരുടെ നടത്തത്തിന് പിന്നെ പറ്റുന്നതായിരിക്കുകയും വേണം. അങ്ങനെയുള്ള കുപ്പ ധരിച്ചാൽ പിന്നെ 1 ദിവസം യാത്രക്കാരൻ അല്ലെങ്കിൽ 1 ദിവസം അതിനുമേൽ തടവാം. യാത്രക്കാരെല്ലാം മുസാഫിരികളാണെങ്കിൽ 3 ദിവസം തടവാം. അതിന്റെ ഇടയിൽ കുപ്പ അഴിക്കാൻ പാടില്ല. അഴിച്ചാൽ പിന്നെ കാല് കഴുകുക തന്നെ വേണം. ആ പള്ളി കയറുമ്പോഴൊക്കെ തന്നെ പള്ളി അത് ധരിച്ചുകൊണ്ട് കയറാം, നിസ്കരിക്കാം. അതുകൊണ്ടൊന്നും വിരോധമൊന്നുമില്ല. അവിടെ കാണാം പോലീസുമാര്, ഗൾഫിലൊക്കെ കാണാം പോലീസുമാര് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ഈ ഷൂ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. പോലീസുമാർക്ക് ഷൂ വരാൻ പാടില്ല അങ്ങനെ നിയമം തോന്നില്ലേ? മസാഫിലൊക്കെ അങ്ങനെ ഈ മസാഫിന്റെ ഒക്കെ ഫയർ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലീസ് അവർക്കൊക്കെ അവർ ഡ്യൂട്ടി സമയത്ത് ഷൂ ഊരാൻ പാടില്ല. കാരണം എപ്പോഴാണ് ഉളി ഊരാൻ അറിയില്ല, എന്നോട് തീ കത്തിക്കണത് വരണം. അപ്പൊ അവിടെ ഷൂ ഊരാൻ നേരമില്ല, പെട്ടെന്ന് കയറി കൊണ്ടിരുന്നു. അപ്പൊ അവർക്ക് ആ സമയത്ത് ഷൂ ഊരാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് സൗകര്യമാണ്. പിന്നെ എന്താണ് ഉസ്താദെ, ഞാൻ പള്ളിയിൽ നിസ്കാരത്തിന് ജമാഅത്തായി നിൽക്കുമ്പോൾ ഇമാമിന്റെ ഒപ്പം ഫാത്തിഹ പോലും ഓതാൻ സമയം കിട്ടില്ല. അപ്പൊ എന്താണ് ഇതിന്റെ വിധി? ഫാത്തിഹ മുഴുവൻ ഓതണോ? ഈ ചോദ്യകർത്താവ് ഇമാമിന്റെ ഒപ്പം ഫാത്തിഹ ഓതുകയാണെങ്കിൽ തന്നെ മൂപ്പർക്ക് ഫാത്തിഹ മുഴുവൻ ഓതാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇമാമ റുക്കു. പിന്നെ അതാണ് ആ ചോദ്യം. ഏതായാലും ആ മസാല പറയാം. ഇമാമിന്റെ ആ റക്കായത്തിൽ പിന്നെ ഫാത്തിഹ ഓടാൻ സാധിക്കുന്ന ആളാണ് നിൽക്കുക. ഫാത്തിഹ പൂർത്തിയായി ഓടാൻ സാധിക്കുന്ന ആളാണ്. അയാൾക്ക് മുവാഫിഖ് അയാൾക്ക് പറയാം. അതേസമയത്ത് അയാൾ ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കൂല. ഫാത്തിഹ പൂർത്തിയാക്കുമ്പോഴേക്കും അയാൾ ഇമാം റുക്കുവിലേക്ക് പോകും. അത് മസ്ബൂഖാവും. അത് മസ്ബൂഖാണെങ്കിൽ എന്ന് വെച്ചാൽ ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇമാം റുക്കുവിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളാണ് എങ്കിൽ, അപ്പൊ അവിടെ ചിന്തിക്കേണ്ടത് അയാൾ തെറ്റിദ്ധരത്തിന് ഹെറാൻ കിട്ടിയ ഉടനെ
വജ്ജഹത്ത് ഓതാതെ അഊദ് ഓതാതെ വേഗം ഫാത്തിഹ ഓതിയ ആളാണോ അല്ല നോക്കണം. ഫാത്തിഹ ഓതിയ ആളാണ് എങ്കിൽ അയാൾക്ക് ഇപ്പൊ ഇമാം റുക്കൂക്ക് പോയാൽ പിന്നെ അത് ഫാത്തിഹ ഓതണ്ടയില്ല. എത്ര എത്തിച്ചത്ര ഓതിയാൽ മതി. എന്നിട്ട് ആൾക്ക് റുക്കൂക്ക് പോകാവുന്നതാണ്. ബാക്കി ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് ഇമാം ചുമക്കുന്നതാണ് എന്നാണ്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇമാമിന്റെ കൂടെ ആദ്യമേ തുറന്ന ആളല്ല. ഇമാം നിസ്കാരം തുടങ്ങിയിട്ട് പിന്നീട് നിസ്കാരത്തിൽ പ്രവേശിച്ച ആളാണ്. അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ വജ്ജഹത്ത് ഓതിയില്ല, അഊദും ഓതിയിട്ടില്ല. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഫാത്തിഹ ഓതിയ ആളാണ്. അങ്ങനെയുള്ള വ്യക്തി ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഇമാം റുക്കൂഴിലേക്ക് പോയി. എന്നാൽ ഇയാൾ പിന്നെ ആ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കണ്ട. പിന്നെന്ത് ചെയ്യാം? അയാൾക്ക് റുക്കൂഴിലേക്ക് പോവാം. ആ റക്അത്ത് ആൾക്ക് കിട്ടി. ഫാത്തിഹ പൂർത്തിയാക്കാൻ ആൾ ഓതിയിട്ടില്ലെങ്കിലും ശരി, ആ റക്അത്ത് ആൾക്ക് കിട്ടും. ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് ഇമാം ചുമക്കും എന്നാണ്. നേരെ മറിച്ച് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? നേരെ മറിച്ച് അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ അയാൾ വജ്ജഹത്ത് ഓതി അല്ലെങ്കിൽ അഊദ് ഓതി നിൽക്കുക. എന്നാൽ അയാൾക്ക് ഇമാം റുക്കൂക്ക് പോയാൽ ഉടനെ റുക്കൂക്ക് പോകാൻ പറ്റൂല. പിന്നെ ആ വജ്ജഹത്ത് നിർബന്ധമാണോ? അല്ല, വജ്ജഹത്ത് സുന്നത്താണ്. അഊദ് ഓതൽ സുന്നത്ത നിർബന്ധമല്ല. അപ്പൊ ഈ നിർബന്ധമല്ലാത്ത ഈ സുന്നത്തായ വജ്ജഹത്തു പിന്നെ അഊദ് പാട് ഓതി എന്ന ആ ഖബർ ഫാത്തിഹയിൽ നിന്ന് ഓതിയതിനു ശേഷമേ അയാൾക്ക് റുക്കൂക്ക് ചെയ്യാൻ പറ്റൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇയാള് വജ്ജഹത്തൊന്നും ഓതിയില്ലേ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി. തക്ബീർ കെട്ടിയോണ്ട് അയാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. അഊദ് നിർബന്ധമല്ല, സുന്നത്താണ്. പിന്നീട് അയാൾ ഫാത്തിഹ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നടത്തിയപ്പോഴാണ് ഉദാഹരണം പറയാണ് ഇമാം റുക്കൂക്ക് പോണത്. എന്നാൽ അയാൾക്ക് അപ്പൊ തന്നെ റുക്കൂക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അയാൾ ഒരായത്തും കൂടി ഓതണം ഫാത്തിഹയിൽ നിന്ന്. കാരണം അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം കൂടി പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? റുക്കൂക്ക് പോവാം. എന്താണ് ഒരായത്തും കൂടി അയാൾ ഓതണമെന്ന് പറയാൻ കാരണം? അയാൾക്ക് നിർബന്ധമില്ലാത്ത അഊദു ആദ്യം ഓതി. അപ്പൊ ആ അഊദുവിന്റെ ഖദർ ഫാത്തിഹയിൽ നിന്ന് ഓതി കഴിഞ്ഞതിന് ശേഷമേ അയാൾ റുക്കൂക്ക് പോകാവൂ. എന്നാലേ അയാൾക്ക് റക്അത്ത് കിട്ടൂ. മനസ്സിലായല്ലേ? നേരെ മറിച്ച് അഊദു ഓതിട്ടില്ല, അതിന്റെ ഫാത്തിഹ തുടങ്ങിയത്, എന്നാൽ അയാൾക്ക് ഇമാം റുക്കൂക്ക് പോയാൽ ഉടൻ തന്നെ അയാൾക്ക് റുക്കൂക്ക് പോകാം. പിന്നെ മറ്റൊന്ന്, അതാണ് ഒരു വിഷയം. മറ്റൊന്ന്, ഇയാള് ഈ വജ്ജഹത്തു പിന്നെ അല്ലെങ്കിൽ പിന്നെ അഊദു അതിന്റെ ഖദർ ഓതുക, ആ ഖദറും കൂടി ഫാത്തിഹയിൽ നിന്ന് ഓതുമ്പോഴേക്കും അത് എപ്പോൾ പൂർത്തിയാക്കണം? ഇമാമ് റുക്കൂഅ് കഴിഞ്ഞു, 2 റുക്ന് കൊണ്ട് പിന്താം. ഇമാമിനേക്കാൾ മുന്നിടാം. ഈ വിഷയം പൂർത്തിയാക്കാൻ വേണ്ടി പിന്നെ 2 റുക്ന് കൊണ്ട് ഇമാമിനേക്കാളും പിന്താം. അതായത് ഇമാം റുക്കൂഅ് ചെയ്തു, ഇമാം ഇഅ്തിദാലും ചെയ്തു, എന്നിട്ട് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി ഇയാൾ ഇത് പൂർത്തിയാക്കി റുക്കൂലേക്ക് പോകണം. എന്നാലേ റക്അത്ത് കിട്ടും. ഇമാം റുക്കൂഅ് ചെയ്ത് അപ്പോൾ അയാളെ ഫാത്തിഹ ഓതുവാണ് അവിടെ റുക്കൂഅ് ചെയ്തിട്ട്, അയാൾ നിർത്തത്തിൽ ഫാത്തിഹ ഓതാൻ പോകുന്നു. ഇമാം റുക്കൂഅ് ചെയ്തു, ഇമാം ഇഅ്തിദാലും ചെയ്തു, അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ 2 റുക്ന് കൊണ്ട് പിന്തി. ഇനി എന്ത് വേണം? ഇനി ഇമാം സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇയാൾ ഈ ഖദർ പിന്നെ ഫാത്തിഹയിൽ ഓതിട്ട് ഇയാൾ റുക്കൂഅ് ചെയ്യണം. എന്നാലേ റക്അത്ത് കിട്ടുള്ളൂ. ഇനി അത് ചെയ്തിരാൻ നിൽക്കുക എന്ന് വെച്ചാൽ ഇയാൾ വീണ്ടും ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാകും. 2 റുക്കിനേക്കാളും അപ്പുറം ഇമാമുമായി പിഞ്ചിയതിന്റെ പേരിൽ ഇയാളുടെ നിസ്കാരം ബാത്തിലാകും. ഇത് ബാത്തിലാവാതിരിക്കാനും മാർഗം എന്താണ്? മുഫാറഖത്ത് നിയ്യത്ത്. ഞാൻ ഇമാമിനോട് കുത്തിപിരിയാണ്, പിന്നെ ഇമാമും പിന്നെ ബന്ധമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലേ? മറ്റൊരു വിഷയം, ഇനി ഇയാള് മഅ്ദൂറായ ആളാണ്, ഇമാമിനേക്കാളും ഇത്രയും പിന്താന് ഇയാൾക്ക് പ്രത്യേകമായ കാരണം ഉദുറുള്ള ആളാണ്. ഇയാൾ ബത്തീറുൽ ഖിറാഅത്ത, ഇയാൾക്ക് വളരെ സാവധാനത്തിൽ ഓതാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ വളരെ പതുക്കെ ഇയാൾക്ക് ഓതാൻ സാധിക്കുള്ളൂ, വളരെ സാവധാനത്തിൽ ഓതാൻ സാധിക്കുള്ളൂ. അയാൾക്ക് വേഗം നാവ് ശരിക്കും ചേരൂല. അല്ലെങ്കിൽ അയാൾ ബത്തീറുൽ ഹറക്കത്താണ്, വളരെ പതുക്കെ റുക്കൂക്ക് പോകാനേ സാധിക്കും. അപ്പൊ ഇയാൾക്ക് ഇമാമിനേക്കാളും പിന്തുന്ന വിഷയത്തിൽ ഉദുറുണ്ട്. അങ്ങനെ ഉദുറുള്ള ആളാണെങ്കിൽ ത്വീലായ 3 റുക്കിനേക്കാളും അപ്പുറം ഇമാമിനോട് പിന്തെങ്കിലേ നിസ്കാരം ബാത്തിലാവൂ. ഖസീറായ ഇത് കൂട്ടൂല. ത്വീലായ 3 റുക്കിന്, അതായത് റുക്കൂന് ശേഷം പിന്നെ എഴുത്തിദാല ഖസീറ കൂട്ടൂല. പിന്നെ സുജൂദിന്റെ ഇരുത്തം അത് ഖസീറ, അതും കൂട്ടൂല. രണ്ടാമത്തെ സുജൂദ് 3. അപ്പൊ 3 റുക്കിന് കൊണ്ട് അയാൾ പിന്തി. ഇനി അതിനേക്കാൾ അപ്പുറം പിന്താൻ പറയാം. 3 റുക്കിന് കൊണ്ട്
ആൾക്ക് ഇമാമിനേക്കാളും പിന്താം. അപ്പൊ ഇനി ഇമാമ് സുജൂദിൽ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുകയാണ്. അതിന് മുമ്പായി ഇയാൾ എന്ത് ചെയ്യണം? ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഫാത്തിഹ ആ ഖദ്ർ പൂർത്തിയാക്കിയിട്ട് അയാൾ റുക്കൂ ചെയ്യണം. എന്നാലേ അയാൾക്ക് റക്അത്ത് കിട്ടുള്ളൂ. അതല്ലാത്ത പക്ഷം അയാൾക്ക് റക്അത്ത് കിട്ടില്ല എന്ന് മാത്രമല്ല നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അപ്പൊ ഇമാം ഇപ്പൊ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് ഇനി ഒന്നുകിൽ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുകയായിരിക്കും അല്ലേ ചിലപ്പോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ ഒന്നുകിൽ അയാൾ അത്തഹിയാത്തിൽ കണ്ടിരിക്കുക, ഈ മഅ്മൂമും അത്തഹിയാത്തിൽ കണ്ടിരിക്കുക. അപ്പൊ അയാൾക്ക് റുക്കോഴ് കിട്ടിയിട്ടില്ല, എഴുത്തുകാർ കിട്ടിയിട്ടില്ലല്ലോ അല്ലേ. അതിനെന്ത് ചെയ്യാം? ഇമാം സലാം കിട്ടിയതിനു ശേഷം റക്അത്തും കൂടി നിസ്കരിക്കുക. ഇനി അതല്ല, ഇമാമ് രണ്ട് സുജൂദും കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നാൽ ഇയാളും ആ റക്അത്തിൽ കൂടുക. അപ്പോഴും അയാൾക്ക് റക്അത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ ഇമാമിന്റെ നിസ്കാരത്തിന് ശേഷം ഇമാം സലാം കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. ആകയാൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാത്തിഹയിൽ നിന്ന് ഇയാൾ ഓതിയ ഈ സുന്നത്തിന്റെ ഖദ്ർ പൂർത്തിയാക്കാൻ വേണ്ടി അയാൾക്ക് ഉദ്റില്ലാത്ത വ്യക്തിയാണെങ്കിൽ രണ്ട് റുക്കിന് കൊണ്ട് പിന്താം. അതിനേക്കാൾ അപ്പുറം പിന്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം സഹിയാവുകയില്ല, നിസ്കാരം ബാത്തിലാകും. ഇനി ഉദ്റുള്ള ആളാണെങ്കിലോ 3 റുക്കിന് കൊണ്ട് പിന്താം. അതിനേക്കാൾ അപ്പുറം കൊണ്ട് പിന്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ എന്ത് ചെയ്യാൻ? നിസ്കാരം ബാത്തിലാകും. ബാത്തിലാവാതിരിക്കാൻ ഒന്നെങ്കിൽ മുൻപാറക്കത്തിന് നെയ്യത്ത് വെക്കുക, അതല്ലെങ്കിൽ ഇയാൾ പിന്നെ ഈ ഇമാം എങ്ങോട്ടാണോ ഉയർന്നത് അങ്ങോട്ട് ഇയാളും അവിടെ ഇയാളും എത്തുക. റുക്കുവിലേക്ക് നൃത്തത്തിലേക്ക് ഉയരാണെങ്കിൽ ഇയാൾ നൃത്തത്തിൽ അവിടെ നിൽക്കുക. അപ്പൊ സലാം മുട്ടിയതിനു ശേഷം ഇമാം സലാം മുട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഇയാളും അത്തഹിയാത്തിൽ ഇരിക്കുക. അപ്പോഴും തന്നെ ഇമാം സലാം മുട്ടി കഴിഞ്ഞാൽ ഇയാൾ ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ മറ്റൊരു ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എനിക്ക് ളുഹ്റിന്റെ റവാത്തിബ് നിസ്കാരം നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല. ആ സമയത്ത് ഡ്യൂട്ടിയാണ്. മറ്റു സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ളുഹ്റിന്റെ റവാത്തിബിന്റെ സമയത്തെ നിസ്കരിക്കാൻ പറ്റില്ല നിൽക്കണം. പിന്നെ അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. കളാ കൂട്ടണം. അസറിന്റെ മുമ്പായിട്ടാണെങ്കിലോ കളാ അല്ല അതാകെ തന്നെയാണ്. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാവട്ടെ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാവട്ടെ അത് കളാ ആവണമെങ്കിൽ അസറാവണം, എന്നാലേ കളാ ആവുള്ളൂ. അപ്പൊ അസറിന്റെ മുമ്പ് തന്നെ ആളെ ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുക. എന്നാലാൾക്ക് അസറിന്റെ മുമ്പായിട്ട് നിസ്കരിച്ചാൽ അതാ ആണ്. ഇനി അസറിന്റെ ശേഷമാണ് ആളെ ഡ്യൂട്ടി കഴിയുന്നത്. അപ്പോൾ ആ സുന്നത്ത് നിസ്കാരം അസറിന്റെ ശേഷം നിസ്കരിക്കാം. അപ്പൊ അത് കളാ ആണ്. അത്രേ ഉള്ളൂ. ഏതായാലും ശരി, സുന്നസ്കാരം കളാവുന്നത് സുന്നത്ത് തന്നെയാണ്. പിന്നെ ഉസ്താദെ, അജ്മീറിൽ പോയി നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി പോകാൻ പറ്റിയില്ല, ഇനി എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. അജ്മീറിൽ പോയി നോമ്പ് നോക്കാൻ നിർത്തിയാക്കിയല്ലേ അജ്മീർ പോകണ്ടെങ്കിൽ പെട്ടെന്ന് ഇന്നത്തെ നോമ്പ് വെച്ചാൽ മതി. കാരണം അജ്മീറിൽ പോയി നോമ്പ് നോക്കിയതിന് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഇത് അങ്ങനെയാണ്. നിസ്കാരത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. കാരണം പൊന്നാനി പള്ളിയിൽ പോയിട്ട് നമുക്ക് 2 നിസ്കരിക്കാൻ നിർത്തിയാക്കി പൊന്നാനിക്ക് വേണം, വേണ്ട, പത്തിക്കര പള്ളി നിസ്കരിക്കാൻ പറ്റും. അതേസമയത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് 2 നിർത്തിയാക്കി മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ പോകണം. കാരണം മസ്ജിദുൽ ഹറാമിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിന് മറ്റുള്ള പള്ളിയിലെ നിസ്കാരത്തിനേക്കാളും 1,00,000 ഇരട്ടി പ്രതിഫലം കൂടുതലാണ്. അപ്പൊ ഒരാൾ ഇത് നിർത്തിയാക്കിയാണ് മസ്ജിദുൽ ഹറാമിൽ 2 നിസ്കരിക്കാൻ നിർത്തിയാക്കി. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ നിസ്കരിക്കണം, വേറെ ഒരു പള്ളി നിസ്കരിച്ചാൽ ശരിയാവുകയില്ല. ആ നിർത്ത വിടുകയില്ല എന്നർത്ഥം. മസ്ജിദ് നബവിയിൽ നിർത്താക്കിയാലോ മദീനയിലെ മസ്ജിദ് നബവി അങ്ങനെ നിർത്തിയാക്കിയാൽ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാം, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാം. കാരണം മസ്ജിദ് നബവിയിൽ 1000 ഇരട്ടി പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറാമിലാണെങ്കിൽ 1,00,000 ഇരട്ടിയാണല്ലോ. അപ്പൊ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ മസ്ജിദ് നബവിയിൽ വെച്ച് നിസ്കരിക്കാം, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കാം. സൗണ്ട് ക്ലിയർ പോയോ? എന്തേ സൗണ്ടില്ല? മനസ്സിലാകുന്നില്ല? എന്ത് എന്താണ് എന്ത് പറ്റിയത്? ക്ലിയർ ഇല്ല? ക്ലിയർ കുറവുണ്ടോ? അതൊന്ന് സാഹിബ് 90-70 ക്ലിയർ കുറവാക്കുന്നതിന് എന്തേ മാച്ച് കഴിഞ്ഞ
ഒരു മിനിറ്റ് ഒന്ന് നോട്ടെ. ഇപ്പം